5%-ലും 45 കാണിക്കുന്നുണ്ട് ടോപ്പ് സ്പീഡ്. ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ 11 മണിക്ക് ഇറങ്ങിയതാണ്, സമയം 5:45. ഇനിയും 49% ഉണ്ട്. കാരണം ഇവിടുത്തെ ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ഇവിടെ നിർത്താം. ബാക്കി ഇനി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. മടുത്തു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ടി വി എസ് ഓർബിറ്റർ. ഇതിൻ്റെ ഈക്കോ മോഡൽ മാക്സിമം റേഞ്ച് എത്ര കിട്ടുന്നു എന്നുള്ള ഒരു ടെസ്റ്റാണിത്. മാക്സിമം നമ്മൾ ത്രോട്ടിൽ ഒരു 45 മാക്സിമം ടോപ്പ് സ്പീഡിൽ തന്നെ ഓടിക്കാൻ ശ്രമിക്കാം. ഇത് 90% ആയി. അപ്പോൾ നമുക്ക് 11 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം. ജസ്റ്റ് ഒന്ന് ഞാൻ നിർത്തി കാണിച്ചു തരാം. കണ്ടോ, 90%, 11 കിലോമീറ്റർ ട്രിപ്പ് എയിൽ കാണിക്കുന്നുണ്ട്. 80% ആയി. 23 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 75%. നമ്മൾ ഏകദേശം 30 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45-ലാണ് നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈക്കോ മോഡിലെ മാക്സിമം സ്പീഡാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ഓപ്പൺ സ്ട്രെച്ച് ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിറ്റിയിൽ ഒരു നോർമൽ ഒരാൾ കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഓടിക്കുമോ അതേപോലെ തന്നെയാണ്. സ്ട്രെയിറ്റ് സ്ട്രെച്ചിൽ മാക്സിമം സ്പീഡ് തന്നെ ഈക്കോ മോഡിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ബാക്കി ട്രാഫിക്കിൽ എന്തായാലും നമുക്ക് ചെറിയ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 20-25 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മൾ മിക്കയിടത്തും റൈഡ് ചെയ്യുന്നത്. അപ്പോൾ 70% ആയി. നമുക്ക് 37 കിലോമീറ്ററാണ് റൈഡ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. 30%-ൽ 37 കിലോമീറ്റർ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് 60% ആയി. നമുക്ക് 52.3 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ 40%-ൽ 52 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് ഓടാൻ പറ്റി. 84% ആയി. നല്ല ബ്ലോക്കാണ്. ഇത് 50% ആയിട്ടുണ്ട്. 64 കിലോമീറ്ററാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. കാണാമല്ലോ. അപ്പം 64 എന്ന് പറയുമ്പോൾ നമുക്ക് 128 കിട്ടേണ്ടതാണ് ഫുൾ 0 ആക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളൊരു മാക്സിമം 10 അല്ലെങ്കിൽ 5% വരെ ആക്കുകയുള്ളൂ. കാരണം ബാറ്ററിക്ക് അത് നല്ലതല്ല 0 ആക്കുന്നത്. സോ അതുകൊണ്ട് നമുക്കത് നോക്കാം എന്തായിരുന്നാലും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന വഴികളിലൂടെ എല്ലാം നമ്മൾ റൈഡ് ചെയ്യുന്നുണ്ട്. ഹൈവേയിൽ ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ചു, അതുപോലെ തന്നെ ഊട് വഴികളിലൂടെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഫ്ലാറ്റ് റോഡുകളാണ് ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അധികം വലിയ സ്റ്റീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ കയറ്റമൊന്നുമില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ടൈപ്പിലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ് ഓടിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ഫ്ലൈ ഓവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. എന്തായിരുന്നാലും 50%-ൽ ഒരു 60-65 കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു റേഞ്ച് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഒരു ഫ്ലാറ്റ് റോഡുകളിൽ ഓടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 7 ഡിഗ്രിയാണ് ഇതിൻ്റെ ഇൻക്ലൈൻ അല്ലെങ്കിൽ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. സോ ഭീകരമായ കയറ്റങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയല്ല. ഞാനിപ്പോൾ സിംഗിൾ റൈഡാണ് ഓടിക്കുന്നത്. 2 പേരെ വെച്ച് ഓടിക്കുന്ന സമയത്ത് ഒരു 10-15 കിലോമീറ്ററൊക്കെ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ച് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. 45 വരെ ഓടിക്കുന്നുണ്ട്. ഇടയ്ക്ക് തീരെ സ്പീഡ് കുറച്ച് ഓടിക്കുന്നുണ്ട്. ഫ്രീ റോഡ് കിട്ടുമ്പം നല്ല സ്പീഡിൽ തന്നെയാണ് ഓടിക്കുന്നത്. ഈ 43% ഉണ്ട്. സമയം 6:15. 73 കിലോമീറ്റർ മേലെ ഓടിച്ചിട്ടുണ്ട്. ആക്ച്വലി റേഞ്ച് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ കുറഞ്ഞ സ്പീഡിൽ
ഒരു ഫുൾ ഡേ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അപ്പോൾ ഈ ഒരു എഫേർട്ടിന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. %40 യെസ്. 76.4 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിരിക്കുന്നത്. അപ്പോൾ 60%-ത്തിലാണ് 76 സംതിങ് ഓടിയിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ഇവിടെ നിർത്താം. ബാക്കി ഇനി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. മടുത്തു. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 30%, 84.7 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രാവിലെ ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ എൻ്റെ കൂടെ പില്ലിനുണ്ട്. അപ്പോൾ ഒരു 12 കിലോമീറ്റർ നമ്മൾ പില്ലിനെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ബാക്കി എല്ലാ റൈഡും നമ്മൾ സിംഗിൾ റൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 62 കിലോ അടുപ്പിച്ചിട്ടുണ്ട്. സോ പില്യൻ വെയിറ്റ് ഒരു 42 ആണ്. അപ്പോൾ ഏകദേശം 39% ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഓൾറെഡി 10% കവർ ചെയ്തു പില്യനെയും കൂടെ വെച്ചപ്പോൾ. ഇത് നല്ലൊരു കയറ്റമാണ്. ഫുൾ ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. 35 വരെ പോകണുള്ളൂ. പില്ലിനും കൂടെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇതൊരു ഹൈ സ്പീഡ് റൂട്ടായതുകൊണ്ട് തൽക്കാലം പറ്റത്തില്ല. ഇനി ഫ്രീ റോഡ് കിട്ടുന്ന സമയത്ത് ലെഫ്റ്റ് കീപ്പ് ചെയ്യാം. കാരണം ഇത് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യൽ നടക്കത്തില്ല ഇതിൽ. കുറേ നേരമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. കാരണം ഒന്നത് പെട്ടെന്നത് ക്രോസ് ചെയ്യാനായിട്ടുള്ള പവർ ഈ വണ്ടിക്ക് അത്രയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രോസ് ചെയ്യാത്തത്. അങ്ങനെ ഒടുവിൽ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 26% എനിക്ക് തോന്നുന്നത് പില്ലിനെ വെച്ച് ഓടിക്കുന്ന സമയത്ത് ഒരു 10-12 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് 15% അടുപ്പിച്ച് ആയിട്ടുണ്ട്. സിംഗിൾ റൈഡിൽ അത്രയും വരത്തില്ല. സിംഗിൾ റൈഡിൽ നമുക്ക് 10% ഉണ്ടെങ്കിൽ 10-12-13 കിലോമീറ്റർ അടുപ്പിച്ചിട്ട് ഓടാൻ പറ്റും. ഇപ്പോഴാണൊരു ഫ്രീ റോഡ് കാണുന്നത് ഞാൻ കുറേ നാൾ കൂടിയിട്ട്. എന്തോ ഈ റൂട്ടിൽ അധികം തിരക്ക് കാണുന്നില്ല. കണ്ടല്ലേ, അപ്പുറത്തെ സൈഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ശരിയപ്പോ ഇവിടെ ഹമ്പൊക്കെ ഉള്ളത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ മാർക്സ് ഒന്നും കാണാനേ പറ്റില്ല. രാവിലെ ആളുകൾക്കൊരു പരക്കം പാച്ചിലാണ് ഓഫീസ് പോകാനും അവരുടെ കാര്യങ്ങളൊക്കെ, ഡെയിലി റുട്ടീൻസ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു സിറ്റി ലൈഫിൻ്റെ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മൾ ഒരു വണ്ടി ഓടിച്ചതിലേ പോകുന്നത്. കൂടുതലും ഞാൻ 40-45 ആ റേഞ്ചിൽ തന്നെയാണ് ഓടിക്കുന്നത്. ഫുൾ ത്രോട്ടിൽ ഒരുപാട് ദൂരം ഓടിച്ചിട്ടുണ്ട്. ഈക്കോ മോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം സിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്കായതുകൊണ്ട് നമുക്ക് ഈക്കോ മോഡ് തന്നെ പ്രിഫർ ചെയ്യാം. 68 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് സിറ്റി മോഡിൽ കിട്ടുമെന്നേ ഉള്ളൂ. അതല്ലാതെ ഈക്കോ മോഡിൽ നമുക്ക് 45 വരെ 46 വരെയൊക്കെ കിട്ടും. സത്യം പറഞ്ഞാൽ ഹോണടി ശബ്ദങ്ങൾ മാത്രമാണ് നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ ട്രാഫിക്കിലൂടെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. അതിഭീകരമായ ഹോണടിയാണ് ഇവിടെ. ആളുകൾ എന്തുകൊണ്ടോ ട്രാഫിക്കിൽ പോകാനിടയില്ലെങ്കിലും വണ്ടികൾ ഇഷ്ടം പോലെ ഉള്ള സമയത്തും നമുക്ക് ഒട്ടും നീങ്ങാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ എന്നാലും വെറുതെ ഹോണടിച്ചുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റാണ്. ഇപ്പോൾ ഒരു മൂവിങ് ട്രാഫിക് ഉണ്ട് അറ്റ്ലീസ്റ്റ്. ചില സമയത്ത് ഡെഡ് ട്രാഫിക് ഉണ്ട്. അതാണ് സഹിക്കാൻ മേലത്തെ. കണ്ടോ, ഇങ്ങനെ സ്റ്റക്കായി നമുക്ക്
ഇവിടെ ഒരു 10 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ മിനിമം 1 ഹവറാണ്. 1 ഹവർ അല്ല, 1 ഹവറിന് മേലെ എടുക്കും. ഗൈസ് അങ്ങനെ 20% 96.4 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ ഈക്കോ മോഡിൽ മീറ്റർ കൺസോളിൽ കണ്ടത് 115 അതുവരെ കിട്ടുമല്ലോ എന്നറിയില്ല, നോക്കാം. കണ്ടില്ലേ, ഈ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ജാമാണ്. 20% കഴിഞ്ഞത് മുതൽ ചെറിയൊരു പിക്കപ്പ് ശകലം കുറച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ടോപ്പ് സ്പീഡ് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. ഗ്രാജുവലായിട്ട് കയറുമെന്നേ ഉള്ളൂ. ഇപ്പോൾ ദാ 15%, 102.5 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. നമുക്ക് 10%, 111.2 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സൂപ്പർ. അപ്പം ഇനി ഒരു 10 കിലോമീറ്റർ ഓടുമെന്നാണ് കരുതുന്നത്. 115 ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളിൽ കാണിക്കുന്നത് യൂഷ്വലി. അപ്പോൾ ഡിസ്റ്റൻസ് ടു എം ടി കാണിക്കുന്നത് 12 കിലോമീറ്ററാണ്. കണ്ടോ, ഇത് ചെറിയൊരു കയറ്റമാണ്. ഇത്തിരി ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. 30-34 മേലെ അങ്ങോട്ട് പോകണില്ല. ഫുൾ ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് റോഡിൽ ടോപ്പ് സ്പീഡിന് ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. പക്ഷേ കുറച്ച് തുടക്കത്തിലെ ഇനിഷ്യൽ ആക്സലറേഷൻ കുറച്ച് കുറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും ഒരു 45-46 പോകുന്നുണ്ട്. നമ്മൾ 5% എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 5% എത്തിയപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് വന്നു. നമുക്കിവിടെ ഒന്ന് നിർത്തിയിട്ട് നോക്കാം. യെസ്, 117 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 117.4 കിലോമീറ്റർ. അടിപൊളി റേഞ്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് TVS പറയുന്ന ഈ ഒരു റേഞ്ച് സിംഗിൾ റൈഡിൽ പക്കയായിട്ട് കിട്ടും. ഫുൾ ത്രോട്ടിലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തിരുന്നത്. സൂപ്പർ. അപ്പോൾ ഇനി 5% ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഡ്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി 0% ഫുൾ ഡ്രെയിൻ ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫിന് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു ബാറ്ററിയുടെ സിമ്പൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ലോ ബാറ്ററി ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ 5% ഉണ്ട്. 117.4 കിലോമീറ്ററാണ് കിട്ടിയിരിക്കുന്നത്. 5%-ലും 45 കാണിക്കുന്നുണ്ട് ടോപ്പ് സ്പീഡ്. ഒരു രക്ഷയില്ല കേട്ടോ, അത് കൊള്ളാം. പിന്നെ ഇനിഷ്യൽ പിക്കപ്പ് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആയ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഓക്കെയാണ്. നമുക്കിത് കണ്ടോ, ഗ്രാജുവലായിട്ടാണ് കയറുന്നത്. പക്ഷേ ടോപ്പ് സ്പീഡ് നമുക്ക് 45 വരെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇനി 4% കാണിക്കുന്നത്. ഗായ്സ് ഇപ്പോൾ 3%, 118.8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 119.3 കിലോമീറ്ററായി. ഒരു നല്ല കയറ്റമാണ്. 2% എത്തിയിരിക്കുകയാണ്. 119.5 കിലോമീറ്ററായി. വീട് വരെ എത്തുമെന്ന് അറിയത്തില്ല. ഇനി ഒരു 2 കിലോമീറ്റർ കിടപ്പുണ്ട്. 2% ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 120 ഗൈസ്, 120 കാണാമല്ലോ. അപ്പം 115 എന്നുള്ള ഈ സ്പീഡോമീറ്ററിൽ കാണുന്ന ആ ഒരു റേഞ്ച് നമുക്ക് റിയൽ ലൈഫിൽ സിംഗിൾ റൈഡിൽ മസ്റ്റായിട്ട് കിട്ടും. 1% 120.5 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാം. ഇപ്പം കണ്ടോ, 120.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരൊറ്റ ശതമാനമേ ഉള്ളൂ ബാറ്ററി. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊരു ടെസ്റ്റ് റൈഡ് വണ്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. മാക്സിമം ഒരു 10% ആകുന്നതിന് മുമ്പ് നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു 15 to 20 ആണ് ബെറ്റർ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. ഗൈസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 1% നിൽക്കുകയാണ്. നമുക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് ഈക്കോ മോഡൽ 121.2 കിലോമീറ്ററാണ് TVSൻ്റെ ഓർബിറ്റ ഇലക്ട്രിക്കിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ റിയൽ റേഞ്ച് എന്ന് പറയുന്നത് ഈക്കോ മോഡൽ 50% നമുക്ക് 64 കിലോമീറ്റർ ഓടിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ സ്പീഡോമീറ്ററിൽ നമുക്ക് 115 കാണിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 5% മിച്ചമുള്ളപ്പം, അതായത് 95% ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 117 കിലോമീറ്റർ ആണ് റേഞ്ച്. നല്ല റേഞ്ചാണ്. വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് 1% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് 121 സംതിങ് എനിക്ക് കിട്ടി. അപ്പോൾ
ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം ഒരു 10%-നുള്ളിൽ നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. സോ എന്തായിരുന്നാലും 100+ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ റിയൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ലിങ്ക് പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.